കേരളത്തിൽ ആദ്യമായിട്ടല്ല രാഷ്ട്രീയ നേതാക്കളുടെ സ്ത്രീപീഡന കേസുകൾ ഉണ്ടാവുന്നത്. അത്തരം കേസുകളിൽ കുടുങ്ങിയവരെ സംരക്ഷിച്ചവരാണ് ഇപ്പൊ ധാർമ്മികതയുടെ കൊടിയായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. 2025 സെപ്റ്റംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 31% MP-മാരും 29% MLA-മാരും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് കേസുള്ളവരാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ കുറ്റവാളികൾ MLA-മാരും MP-മാരും ഒക്കെ ആവുന്നത്? പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നതുകൊണ്ട് എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. രാഷ്ട്രീയമായിട്ട് തിരിച്ചടി ഉണ്ടാവുന്ന ഉറപ്പുണ്ടാകുമ്പോഴല്ലാതെ ഒരു പാർട്ടിയും ഇത്തരക്കാരെ തള്ളി പറയില്ല. ഇപ്പൊ രാഹുലിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ എളിയിലുള്ളത് ആരൊക്കെയാണെന്ന് പാർട്ടി അടിമകളല്ലാത്തവർക്ക് കാണാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ അക്രമത്തിലും സ്ത്രീപീഡനത്തിലും മാർക്ക് തട്ടിപ്പിലും ഒക്കെ ഉൾപ്പെടുന്നവരുണ്ട്. എതിരാളികളെ നേരിടാനും ഗുണ്ടായുസത്തിനും ഒക്കെ ആയിട്ട് പാർട്ടി അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. സ്വന്തമായിട്ടുള്ള പണവും സമയവും അധ്വാനവും ഒക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ചവരെക്കാൾ ഇത്തരക്കാരാണ് രാഷ്ട്രീയത്തിൽ മുൻനിരയിലെത്തുന്നത്. ഇവരാണ് പുതിയ തലമുറയെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്നത്. ഇതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ മൂല്യങ്ങൾ വീണ്ടെടുക്കണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴെങ്കിലും ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളും ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എല്ലാം കൊണ്ടും തികഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം എന്നല്ല ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെയെങ്കിലും കുറ്റകൃത്യ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കണം, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ. രാഹുൽ വിഷയത്തിൽ കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ല എന്നുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ്. പക്ഷേ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ഇപ്പൊ ആരോപിക്കപ്പെടുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ പാർട്ടിയിലെ ഉന്നതർ പോലും ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്.